മാതാവിനും ഉണ്ണീശോയ്ക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ ബിനിത, ഇതെൻ്റെ മകൻ അബിയേൽ. ഇത് 3ാമത്തെ തവണയാണ് കൃപാസന മാതാവ് എനിക്ക് ഈ വിശുദ്ധ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചത്. അതിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ഈ സാക്ഷ്യം പറയാനായിട്ട് വൈകിയതിനോർത്ത് ഞാൻ മാതാവിനോടും ഉണ്ണീശോയോടും ക്ഷമ ചോദിക്കുന്നു. എൻ്റെ മകൻ അബിയേലിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിയും പിന്നെ അതുപോലെ തന്നെ ഇവിടെ മുഖത്ത് നീരും വരുമായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ചു, ഞങ്ങൾ മരുന്ന് കഴിച്ചു. കുറച്ച് ദിവസം അസുഖം മാറും, പിന്നീട് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഞങ്ങൾ ചാലക്കുടിയിലൊരു സർജനെ കാണിച്ചത്. ആദ്യം അലർജിയാണെന്ന് പറഞ്ഞു, പിന്നീട് മുണ്ടിനീരാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം ഞങ്ങളൊരു സർജനെ കാണിച്ചു. സർജനെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവൻ്റെ കുട്ടിയുടെ സലൈവറി ഗ്ലാൻഡിൽ തകരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ തന്നെ കുട്ടിയുടെ മുഖം ഒരു ഭാഗം കോടിപ്പോകാനും ഒരു വശം തളർന്നു പോകാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. പിന്നെ ഞങ്ങൾ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 2019 ഫെബ്രുവരി 21-ാം തീയതി ഞാനും എൻ്റെ കുടുംബവും കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ അന്ന് വരുമ്പോഴും കുട്ടിക്ക് ചെറിയ പനി ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു തിരിച്ചു പോയി. അന്ന് രാത്രിയും കുട്ടിക്ക് പനി വന്നു. ഞങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ കുട്ടിയെ കിടത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി വെളുപ്പാൻ കാലം ആയപ്പോൾ ഭാര്യ ഒരു സ്വപ്നം കണ്ടു. ഭാര്യ ജപമാല ചൊല്ലുന്നതായിട്ടും മാതാവ് അടുത്ത് നിൽക്കുന്നതായിട്ടും ഭാര്യ സ്വപ്നം കണ്ടു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്ന് തൽക്കാലത്തേക്ക് കുട്ടിയുടെ അസുഖം കുറഞ്ഞു. പിന്നെ 2019 മാർച്ച് 9-ാം തീയതി ഭാര്യയും കുട്ടിയും യൂട്യൂബിൽ കൃപാസന പ്രാർത്ഥന ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിശുദ്ധ അൾത്താരയിൽ ഈശോയുടെയും അച്ഛൻ്റെയും അടുത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതായിട്ട് ഭാര്യയും കുട്ടിയും കണ്ടു. അവർ വളരെയധികം അത്ഭുതപ്പെട്ടു. അപ്പം അന്നേരത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ വൈകിട്ട് രാത്രി ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ എന്നോട് ഈ വിവരമൊക്കെ പറഞ്ഞു. അന്ന് തന്നെ പുള്ളിക്കാരത്തി കുറച്ച് കഴിഞ്ഞ് മുറിയിലേക്ക് പോയപ്പോൾ മാതാവ് ഇങ്ങനെ പറയുന്നതായിട്ട് ഭാര്യയ്ക്ക് അനുഭവപ്പെട്ടു. കുട്ടിയുടെ ചെവിട്ടിൽ തൈലം പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ. അപ്പോൾ അപ്രകാരം അവർ ചെയ്തു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഒരു വർഷത്തോളം കഴിഞ്ഞു. കുട്ടിക്ക് യാതൊരു കുഴപ്പവുമില്ല. പിന്നീട് അസുഖം വന്നിട്ടില്ല. കൂടാതെ ഇവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ തന്നെ തല ഭയങ്കരമായിട്ട് വെട്ടി വേർക്കും, പനി വരും. അതും പൂർണ്ണമായിട്ട് മാറി. കുട്ടിക്ക് പിന്നീട് യാതൊരു അസുഖവും മാതാവിൻ്റെ അനുഗ്രഹത്താൽ വന്നിട്ടില്ല. അതിന് ഞാനും എൻ്റെ കുടുംബവും വളരെയധികം നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് വേറൊരു കാര്യം, ഞങ്ങൾ ഒരു പുതിയ വണ്ടി വാങ്ങിക്കണേക്കുറിച്ച് ആലോചിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഒരു ഞങ്ങൾക്ക് കുറി ഉണ്ടായിരുന്നു. അപ്പോൾ കുറി നറുക്കെടുപ്പിൻ്റെ ദിവസം മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പം പക്ഷേ വൈകുന്നേരമായിട്ട് ഞങ്ങൾ അതിൻ്റെ റിസൾട്ടൊന്നും അറിഞ്ഞില്ല. പിറ്റേ മാസം ഞങ്ങൾ എന്നാൽ കുറി വിളിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പള്ളിപ്പുറത്ത് പോയി, അവിടെയാണ് കുറി ഉള്ളത്. അപ്പോൾ പള്ളിപ്പുറത്ത് പോയി അവിടെ സർവീസ് സൊസൈറ്റിയിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് കഴിഞ്ഞ മാസത്തെ കുറി അന്ന് ഞങ്ങൾക്കാണ് കിട്ടിയത്. അത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കൊരു വാഹനം വാങ്ങിക്കാൻ സാധിച്ചു. അതിനും ഞാൻ എൻ്റെ കുടുംബവും വളരെയധികം നന്ദി പറയുന്നു. കൂടാതെ വലുതും ചെറുതുമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും മാതാവ് കണ്ടറിഞ്ഞ് നമ്മൾക്ക് നടത്തിത്തരും. അതിന് മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഞാനും എൻ്റെ കുടുംബവും എന്നും മാതാവിനോട് കടപ്പെട്ടിരിക്കും. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ് ചാലക്കുടിയിൽ നിന്ന് സെബാസ്റ്റ്യനും കുടുംബവും നമ്മളുമായിട്ട് പങ്കുവച്ചത്. കൃപാസനത്തിൽ വന്ന് ഓൾറെഡി ഉടമ്പടി എടുത്ത് പോയി പ്രാർത്ഥനയായിരിക്കുന്ന സഹോദരങ്ങളാണ്. ഇപ്പോൾ കുടുംബത്തിൽ 2019 വലിയൊരു പ്രതിസന്ധി വന്നത്, അല്ലേ?
2019 എന്ന് മുതൽ വിഷയം ഉണ്ടായിരുന്നു? UKG പഠിക്കുമ്പോൾ തുടങ്ങിയുണ്ട്. കുട്ടിക്ക് ഇടയ്ക്ക് പനി വരും, ഞങ്ങൾ മരുന്ന് വാങ്ങിക്കും, തൽക്കാലമായിട്ട് കുറയും. ഇപ്പൊ ഈ മകൻ എത്ര വയസ്സുണ്ട്? ഇപ്പൊ ഇവന് 6.5 വയസ്സുണ്ട്. അപ്പൊ എത്ര വയസ്സ് മുതലുണ്ടായിരുന്നു? ഇവന് എത്ര 4.5 വയസ്സ് മുതലുണ്ട്. 4 വയസ്സിന് ശേഷം ഈ വിഷയമുണ്ട് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. താൽക്കാലികമായിട്ട് അസുഖം മാറും. പിന്നീടാണ് നമ്മൾ വേറൊരു ഡോക്ടറിന് ഇങ്ങനെ അസുഖം മാറാതെ ആയപ്പോഴാണ് പല ഡോക്ടറും ആയുർവേദം ഹോമിയോ ഒക്കെ എല്ലാം കഴിച്ചിരുന്നു. പക്ഷെ നമുക്ക് സ്ഥിരമായ മൊബൈലിലെ ഫോട്ടോ ഒന്ന് കാണിച്ചേ. മകന്റെ ഈ ഭാഗത്ത് നന്നായിട്ട്, അതായത് സലൈവറി ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തിൽ വന്ന ഒരു തകരാറിനോടനുബന്ധിച്ചാണ് ഈ മകന്റെ ഈ സൈഡ് വളരെ ഇങ്ങനെ വീർത്തിരിക്കുമായിരുന്നു അല്ലേ? അപ്പോൾ ഈ മകന്റെ ഈ ഇടത് സൈഡ് നമുക്ക് ഈ ഫോട്ടോയിൽ വ്യക്തമാണ്. ആ ഇടത് ചെവിയോട് അനുബന്ധിച്ച് ആ സലൈവറി ഗ്ലാൻഡിന് ഉള്ളത് കൊണ്ട് ഇങ്ങനെ വീർത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് മരുന്ന് കഴിക്കും, പിന്നെ മാറും, അങ്ങനെ കുറയും കൂടും. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഉടമ്പടി എടുത്ത് എല്ലാ ഭവനങ്ങളിലേക്കും അമ്മ തന്നെ കടന്നു ചെല്ലും. അതുതന്നെയാണ് ഈ ഭവനത്തിലും സംഭവിച്ചത്. ഇപ്പോൾ ഈ സഹോദരനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. വൈഫ് ഒരു സ്വപ്നം കാണുകയാണ് അമ്മയോടൊപ്പം ജപമാല ചൊല്ലുന്നതായിട്ട്. കാരണം അമ്മ കൂടെയുണ്ട്. ഈ പ്രതിസന്ധികളിൽ നിന്നും തകർന്നു പോകേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല. അമ്മ കൂടെ ഉണ്ടെന്ന് ഒരു ഉറപ്പ് കൊടുത്തതാണ്. പിറ്റേന്നാണ് ഈ സംഭവം നടക്കുന്നത് അല്ലേ? ആ സ്വപ്നം കണ്ടതിന്റെ പിറ്റേ ദിവസം വെളുപ്പിനാണ് പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലിയപ്പോഴാണ് മാർച്ച്. ഇവിടെ യൂട്യൂബിൽ നമ്മൾ കണ്ടത് മാർച്ച് 9-ാം തീയതി. ഞങ്ങൾ ഇവിടെ വരുന്നത് ഫെബ്രുവരി 21. അന്ന് രാത്രി ഉറക്കത്തിലാണ് വൈഫ് മാതാവ് കൂടെ ജപമാല ചൊല്ലുന്നതായിട്ട് സ്വപ്നം കണ്ടത്. ഫെബ്രുവരി 22 വെളുപ്പിന്. പിന്നെ മാർച്ച് 9-ാം തീയതിയാണ് യൂട്യൂബിൽ അടുത്ത മാസം മാർച്ചിന് ആദ്യം അമ്മ ഒരു അടയാളം കൊടുത്തു. സ്വപ്നത്തിൽ ഇങ്ങനെ ജപമാല ചൊല്ലുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു. പരിശുദ്ധ അമ്മയോടൊപ്പം വൈഫാണ് ആ സ്വപ്നം കണ്ടത്. അതിനുശേഷം മാർച്ച് 9-ാം തീയതിയാണ് അല്ലേ? 9-ാം തീയതി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഈ കുഞ്ഞു മകനും അമ്മയും കൂടി ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു അല്ലേ? യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അൾത്താരയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് അവർ കണ്ടത്. കുട്ടിയും കണ്ടു. വൈകിട്ട് ശരിക്കും യൂട്യൂബിൽ ശുശ്രൂഷ കൂടുന്നുണ്ടായിരുന്നില്ല. ഇവര് എല്ലാ ദിവസവും കൂടുന്നുണ്ട്. ഞങ്ങൾ കൂടും. ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ അത് കാണും. ഇവര് ലൈവ് കാണും. അപ്പോൾ ഇങ്ങനെ ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മ തന്നെ സ്തുതിക്കുന്ന സമയത്ത്, പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലി സ്തുതിക്കുന്ന സമയത്ത് അമ്മ മാതാവിനെ അൾത്താരയിൽ കാണാൻ സാധിച്ചു. അതിനുശേഷം അമ്മ ചെവിയിൽ പറഞ്ഞു കൊടുത്തു അല്ലേ? അതെ. ഈ മകന്റെ ചെവിയുടെ ഭാഗത്ത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചാൽ മതി. ചെവിക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ENT-നേക്കാ 2-3 പ്രാവശ്യം കണ്ടിരുന്നു. അപ്പൊ ഈ ചെവിട്ടിൽ യാതൊരു കുഴപ്പമില്ലെന്ന് തന്നെയാണ് ENT ഡോക്ടർ പറഞ്ഞത്. പിന്നെ മാതാവ് പറഞ്ഞതനുസരിച്ചിട്ട് ചെവിട്ടിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ 2 വർഷം കഴിഞ്ഞു ഈ കുട്ടിക്ക് പനിയോ യാതൊരു അസുഖം വന്നിട്ടില്ല. വലിയൊരു സാക്ഷ്യമാണ്. കാരണം പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തി ആ കുടുംബത്തിൽ ആ സന്ദേശം കൊടുക്കുകയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഉടമ്പടി തൈലം എടുത്ത് ചെവിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി പുരട്ടിയാൽ മതി, പൂർണ്ണ സൗഖ്യം കിട്ടും. ഇന്ന് ഈ മകൻ അബിയൽ എന്ന ഈ കുഞ്ഞുമകൻ നമ്മുടെ മുമ്പിൽ പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് നിൽക്കുന്നത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞു. ഇന്നേ വരെ ഈ മകന് ആ സലൈവറി ഗ്ലാൻഡിൻ്റെ ഒരു തകരാറും ഒരു പ്രശ്നവും നീരോ പനിയോ ഒന്നും ഉണ്ടായിട്ടില്ല. വലിയൊരു സാക്ഷ്യമാണ്. ഈ ഉടമ്പടി വഴി ഈ കുടുംബത്തിന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും